നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. കിങ് ഓഫ് സോർഡ്സ്, ദ വേൾഡ്, ഐസ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ സ്പ്രെഡിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് എന്നീ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവ ഒരുമിച്ച് വരുന്നത് വളരെ ശക്തമായ ഒരു ഊർജ്ജത്തെയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ വളരെ യുക്തിസഹമായി ചിന്തിക്കുന്ന, വികാരങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെടാത്ത, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനായ ആളാണ്. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അയാൾ കൃത്യമായി മറുപടി അല്ലെങ്കിൽ സന്ദേശം നൽകാൻ തയ്യാറെടുക്കുന്നു. ഈ വ്യക്തി വെറുതെ വാഗ്ദാനം നൽകുകയല്ല, മറിച്ച് ഉറപ്പുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ബന്ധം നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി വികാരങ്ങൾ മാത്രം വെച്ച് താൽക്കാലികമായി പ്രതികരിക്കുന്ന ആളല്ല. ഭാവിയെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ്ങും ഉറപ്പുമുള്ള അടിത്തറയും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് പുതിയ നീക്കം നടത്തുന്നത്. നിങ്ങളെ തേടിയെത്തുന്ന നീക്കം വെറുമൊരു സന്ദേശമായിരിക്കില്ല, മറിച്ച് വളരെ ഉത്തരവാദിത്തമുള്ളതും ഉറപ്പുള്ളതുമായ ഒന്നായിരിക്കും. ഈ സ്പ്രെഡിൽ പേജ് ഓഫ് വാൻഡ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്നുള്ള ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ സർപ്രൈസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ തേടിയെത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കാത്തിരുന്ന വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വീണ്ടും താല്പര്യവും ആവേശവും കാണിക്കുകയും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വയം മുൻകൈ എടുക്കുകയും ചെയ്യും. വെറുതെ ചിന്തിച്ചിരിക്കാതെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല നീക്കം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ സ്പ്രെഡിൽ പേജ് ഓഫ് കപ്സ് വരുന്നത് വികാരപരമായ പുതിയൊരു തുടക്കത്തെയും സന്ദേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് സ്നേഹം, ക്ഷമാപണം അല്ലെങ്കിൽ മനസ്സിലുള്ള വികാരങ്ങൾ തുറന്നു പറയുന്ന തരത്തിലുള്ള സ്നേഹനിർഭരമായ ഒരു സന്ദേശം, കോൾ നിങ്ങളെ തേടിയെത്തും. അഹങ്കാരമോ ദേഷ്യമോ മാറ്റിവെച്ച് സൗമ്യമായ മനസ്സോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയിൽ നിന്ന് വളരെ പോസിറ്റീവും നിർഭരവുമായ ഒരു വ്യക്തമായ നീക്കം ഉടൻ ഉണ്ടാകുമെന്ന് ഈ കാർഡ് ഉറപ്പു നൽകുന്നുണ്ട്. ഈ സ്പ്രെഡിൽ ദ വേൾഡ് വരുന്നത് റീഡിങ്ങിന് വളരെ ശക്തമായ പൂർത്തീകരണവും സംതൃപ്തിയും നൽകുന്നു. നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഒരു ഘട്ടം പൂർണ്ണമായി അവസാനിച്ച് സന്തോഷകരമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ഫലം ലഭിക്കാൻ പോകുന്നു. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് സ്നേഹബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പൂർണ്ണത കൈവരും. 2 പേരുടെയും ഇടയിലുണ്ടായിരുന്ന അകലമോ തടസ്സങ്ങളോ മാറി കാര്യം ശുഭമായി കലാശിക്കും. ഈ സ്പ്രെഡിൽ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ റീഡിങ്ങിലെ ഏറ്റവും പോസിറ്റീവായ ഫലത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് വ്യക്തമായും ഒരു ആഘോഷത്തെയും 2 വ്യക്തികൾ തമ്മിലുള്ള ശക്തമായ ഒത്തുചേരലിനെയുമാണ് കാണിക്കുന്നത്. അകന്നു നിന്നവർ വീണ്ടും ഒന്നിക്കുന്ന സന്തോഷം ഇത് നൽകുന്നു. ബന്ധത്തിൽ താൽക്കാലികമായ സന്തോഷമല്ല, മറിച്ച് ദീർഘകാലത്തേക്ക് മനസ്സമാധാനവും പരസ്പര വിശ്വാസവും ഉറപ്പു നൽകുന്ന ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകും. ഏസ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് വെറും ഒരു വാഗ്ദാനമല്ല, മറിച്ച് പ്രായോഗികവും ഉറപ്പുള്ളതുമായ ഒരു പുതിയ അവസരമോ നീക്കമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. പ്രപഞ്ചം തരുന്ന ഒരു നല്ല അവസരമായിരിക്കും കാത്തിരുന്ന വ്യക്തിയിലൂടെ അല്ലെങ്കിൽ ഈ പുതിയ നീക്കത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന ഈ പുതിയ നീക്കം വളരെ വ്യക്തവും ശക്തമായ അടിത്തറയുള്ളതുമായിരിക്കും. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.